റെസ്റ്റോറൻറ്റ്സിൽ കറികളെല്ലാം ഡെലിവറിക്ക് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും സ്പ്രിംഗ് ഓണിയൻസും ഗാർലിക്കും ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഒന്നുമല്ല, നമ്മൾ വാങ്ങിക്കുന്ന കറികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയുക, അതിൻ്റെ മൂടിയിൽ കുറച്ച് ഓട്ടകൾ ഉണ്ടാക്കുക, എന്നിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതിലിങ്ങനെ കുത്തി വെക്കുക. ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും അതിൽ സ്പ്രൗട്ട്സ് വരാൻ തുടങ്ങും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഗ്രീൻസൊക്കെ വന്ന് തുടങ്ങും. നമുക്കൊരു 8 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ഹാർവെസ്റ്റൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാർവെസ്റ്റ്. അന്നത്തെ ദിവസത്തെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്, കണ്ടില്ലേ? ഈ കണ്ടെയ്നറിൽ റൗണ്ടിൽ ഞാൻ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് നടുക്കായിട്ട് വെളുത്തുള്ളിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു പാറ്റേൺ ഫോം ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ഓട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഓട്ടയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാനുള്ള ഓട്ടയാണ്. നമുക്കൊരു 2 ദിവസം കൂടുമ്പോൾ എന്താണെങ്കിലും അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. റൂട്ട്സൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഏകദേശം ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞു. എനിക്കൊരു 3 ആഴ്ചത്തോളമായി ഞാനിത് യൂസ് ചെയ്യണത്. അപ്പോൾ ഇനി മാക്സിമം ഒന്നും ഉണ്ടാവില്ല. ചെറിയ ഉള്ളിയൊക്കെ ഞാനിപ്പോൾ മിക്കവാറും ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് ഞാനിത് യൂസ് ചെയ്ത് തീർക്കും. അതിന് മുമ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗാർണിഷ് ചെയ്യാനാണ്. നമ്മൾ സാലഡ്സിൻ്റെ കുക്കുംബർ സാലഡ്, പിന്നെ പോലെ ഞാൻ ആപ്പിളും ഓറഞ്ചും കൂടെ സാലഡ് ഉണ്ടാക്കും. അതിലൊക്കെ ഈ സ്പ്രിംഗ് ഓണിയൻസ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ. പിന്നെ ഈ ഗാർലിക്ക് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ സൂപ്സൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ടൈം ഈ ഗാർലിക്കിൻ്റെ സ്മെല്ല് നല്ല രസമുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല ഫ്ലേവറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗാർലിക് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണല്ലോ, അതുകൊണ്ട് ടേസ്റ്റ് കൂടുമല്ലോ. അതിൽ 100% സൺലൈറ്റ് വേണ്ട കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കിച്ചൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യാതൊരു വക പെസ്റ്റിസൈഡ്സും ഇല്ലാതെ സൺലൈറ്റും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ ഡെയിലി യൂസിനൊക്കെ ഇതൊക്കെ ധാരാളം മതി കേട്ടോ. നിങ്ങളൊരു 4 ആൾക്കാരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മതി. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമല്ലേ ഉള്ളൂ. നമുക്കിത് ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇത് 1 ദിർഹം കൊടുത്ത് വാങ്ങിച്ചാൽ മതിയല്ലോ. പക്ഷെ എന്തിനാണ് വാങ്ങിക്കാത്തത്? ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സ്പ്രൗട്ട്സൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഭയങ്കരമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത്ര. പിന്നെ അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിൽ ഗാർണിഷ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമല്ലേ. അപ്പം ഗാർണിഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ്. അപ്പം ഗാർണിഷൊക്കെ ചെയ്ത് ഭക്ഷണം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവരും കഴിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ സന്തോഷമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ. ഇങ്ങനെയാണ് ഞാൻ കണ്ടെയ്നറിൽ ഓട്ടാക്കി വെച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളി ഇട്ട് കുത്തി വെച്ചു. ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും അത് മുളച്ച് വരും കേട്ടോ. പിന്നെ ഇത് റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ഞാൻ അന്ന് ഉച്ചയ്ക്ക് തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഒന്നുമില്ല, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തിളച്ച് വെച്ചിട്ടുള്ള ചോറും അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും മിക്സ് ചെയ്ത് എടുത്തു. പിന്നെ അതിലേക്ക് ഞാനൊരു സലാഡുമാണ് കേട്ടോ കൂട്ടിയത്. കുഴപ്പമില്ലാത്തൊരു ബാലൻസ്ഡ് മീല്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ലഞ്ച്. എൻ്റെ സ്വന്തം സ്പ്രിംഗ് ഓണിയൻസ് കൊണ്ട് ചെറിയ തട്ടിക്കൂട്ട് 1 പോട്ട് റെസിപ്പിയാണ്. ചോറ് മിഞ്ഞാത്ത ചോറാണ്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു മുട്ട, പിന്നെ കുക്കുംബറും അച്ചാറും മതിയല്ലോ. കംപ്ലീറ്റ് മീലാണ്. എല്ലാ പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ട്. എന്നാലും ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. ബൈ.